എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 3-4 തിരുവചനങ്ങൾ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ആമേൻ. കഴിഞ്ഞ ദിവസം ഇടിവെട്ടും മിന്നലും ഉണ്ടായപ്പോഴേ എൻ്റെ കുഞ്ഞുമോള് പറഞ്ഞ്, പേടിക്കണ്ട, അത് സ്വർഗരാജ്യത്തിലെ ഈശോപ്പച്ചൻ്റെ വീട്ടിലെ പെരുന്നാളിന് പടക്കം പൊട്ടിക്കണതാണെന്ന്. ശരിയാണ്, ഇടിയും മിന്നലും എങ്ങനെ ഉണ്ടാകുന്നെന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോഴും സങ്കീർത്തകൻ 135 അധ്യായം 7 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയുടെ അതിർത്തികളിൽ മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്, മഴക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. ആമേൻ. കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായ നമുക്കും ഈശോയോടൊപ്പം ഈശോയെ സ്നേഹിക്കാം. മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ചിന്തിക്കാം. സ്വയം ചെറുതായി സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ പരിശ്രമിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.